ഹലോ. ഞാൻ ഓഫീസിൽ നിന്ന് നല്ല ടയേർഡായി ഇനാക്കുട്ടിനെ വിളിക്കാൻ ചെന്നപ്പോൾ അവൾക്ക് പാർക്കിൽ പോകണമെന്ന്. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ, നടന്നു പോകാന്നുള്ളത് അവൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അവളിങ്ങനെ പോകണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്തായാലും കൊണ്ടുപോകാമെന്ന് കരുതി. കാരണം ഫ്രൈഡേ സാറ്റർഡേ ഒന്നും ഞാൻ അവളെ പാർക്കിലൊന്നും കൊണ്ടുപോകാറില്ല. കാരണം നല്ല തിരക്കായിരിക്കും. തിരക്ക് അത് നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം. ഒരുപാട് പിള്ളേർ വരുന്നില്ല, അപ്പോൾ നമുക്ക് അവരെ നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ മടിയായിട്ട് കൊണ്ടുപോകാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഷീന്നിങ്ങനെ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ ഈത്തപ്പനയുടെ ചോട്ടിൽ ഇങ്ങനെ വെള്ളം വീഴുകയാണ് കേട്ടോ. അത് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഓഫ് ആവുകയും ചെയ്തു. ഓട്ടോമാറ്റിക് ആണ് തോന്നുന്നു. നല്ല രസമുണ്ട്, പക്ഷേ എന്തായാലും ഐഡിയ കൊള്ളാം. അപ്പോൾ നമ്മൾ പിന്നെ പട്ടി ഷോയൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകണം. ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ പോകുന്നത്. നേരെ നടക്കുവാണെങ്കിൽ മെയിൻ റോഡ് വഴി കുറേ ദൂരമുണ്ട്, കറങ്ങിയൊക്കെ പോകണം. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് ഇതാ ആ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ പാർക്ക്. അവിടെ കുറേ ആൾക്കാർ ജോഗിങ്ങിനും കാര്യത്തിനൊക്കെ വരും. നല്ല ലോങ് ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നൊരു പ്ലേസ് ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. അപ്പം നമ്മളിതാ ഇവിടെ എത്തി. ഇനി ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർക്കിൻ്റെ പേര് ഞാൻ നോക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മടിയായിട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് ഹിനാക്കുട്ടൻ നല്ല കരച്ചിലായിരിക്കും. കാരണം എത്ര സമയം കളിച്ചാലും അവൾക്ക് വരണ്ട. അപ്പോൾ അവൾ ഭയങ്കര നിർബന്ധമായതുകൊണ്ട് തിരിച്ച് വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഹിനു കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരൊക്കെ നല്ല കുറവായിരുന്നു. ഒരു റൈഡ്സിലും ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിള്ളേർ നന്നേ കുറവായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ പാർക്ക്. കുറേ റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ പുതുതായിട്ട് ഇതൊക്കെ പുതുതായിട്ട് വന്നതുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ നോക്കും. അതെനിക്കൊന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ നോക്കി കേട്ടോ. എന്നിട്ട് ഹിനാക്കുട്ടനെ കൊണ്ട് അതൊക്കെ കൗണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി നേരം ഊഞ്ഞാലിലൊക്കെ ആടി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വ്യൂ. നല്ല രസമാണ്. അവിടെ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ചാർജാണ്. നമ്മളൊരു ദിവസം പോകണമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പുറകിൽ കാണുന്ന ഒരു എച്ചിൻ്റെ ഷേപ്പ് കാണുന്നില്ലേ, അത് എച്ച് ബിൽഡിംഗ് എന്നാണ് കേട്ടോ. അതിന് വേറെന്തോ പേരുണ്ട്. എല്ലാവരും പൊതുവെ എച്ച് ബിൽഡിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ നിൽക്കാൻ നല്ല സമാധാനമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു ബുക്ക് വായിച്ചു. കുറച്ചൊന്നുമല്ല, ഒരു 3-4 പേജൊക്കെ വായിച്ചു. അപ്പോഴത്തേക്ക് ഈനാക്കൂട്ടം വന്നു, ബഹളമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇരുന്നു കേട്ടോ, 2 മണിക്കൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.